ചാണക്യനീതിക്ക് വളരെയധികം പ്രാധാന്യം ഇന്നത്തെ കാലത്തും നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ തത്വങ്ങളുടെ പേരിൽ ഇന്നും ചാണക്യൻ പ്രശസ്തമാണ്. ജീവിതത്തിൽ ഈ തത്വങ്ങൾ പിന്തുടരുന്നവർക്ക് വിജയം ഉറപ്പിക്കാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞുവെക്കുന്നതും. പണത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എല്ലാം ചാണക്യന്റെ തത്വങ്ങൾ ലോകമെങ്ങും പ്രശസ്തിയാർജിച്ചതാണ്. ഇന്നും പല ചാണക്യ തന്ത്രങ്ങളെക്കുറിച്ചും ചാണക്യന്റെ വാക്കുകളെക്കുറിച്ചും പരക്കെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും ഉള്ള ശ്രമത്തിലാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിനു വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് ചാണക്യ നീതി പ്രകാരം ശ്രദ്ധിക്കാം. ജീവിതം മികച്ചതാക്കുന്നതിനും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എപ്പോഴും ദാരിദ്ര്യമനുഭവിക്കുന്ന വ്യക്തികളെങ്കിൽ ഇവർ നിർബന്ധമായും ഒഴിവാക്കേണ്ടത് 4 കാര്യങ്ങളാണ്. എന്നാൽ ദാരിദ്ര്യമകറ്റി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. അവ എന്തൊക്കെയെന്ന് നോക്കാം. വെറുതെ സമയം പാഴാക്കുന്നവർ. ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാതെ സമയം പാഴാക്കുന്ന വ്യക്തികളെങ്കിൽ ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഒഴിഞ്ഞ നേരമുണ്ടാവില്ല എന്നതാണ് സത്യം. ഒരു മൊട്ടുസൂചി പോലും മാറ്റിയിടാൻ ഇവർ സമയം കണ്ടെത്തുകയില്ല. അത് ജീവിതത്തിൽ ദോഷങ്ങളിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നതും. ഇവർക്ക് എപ്പോഴും സമയം വെറുതെ പോകുന്നതിൽ ദുഃഖവും ഉണ്ടായിരിക്കുകയില്ല. തന്റെ സമയം ശരിയായി വിനിയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുന്നു. ഇവരുടെ ജീവിതം മികച്ച രീതിയിൽ മുന്നോട്ടു പോവുകയും ചെയ്യും. ശുചിത്വമില്ലാത്തത്. വ്യക്തിശുചിത്വം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പലപ്പോഴും അതിന് തയ്യാറാത്തവർക്കും ജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ അഴുക്കിൽ വസിക്കുന്നവർക്ക് ഒരിക്കലും സാമ്പത്തിക വിജയമോ ജീവിതത്തിൽ ഉന്നതിയോ ഉണ്ടാവുന്നില്ല. ഇവർ എപ്പോഴും ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു. കൂടാതെ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവി ഇവരെ തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. ലക്ഷ്മി ദേവി ശുചിത്വം പാലിക്കുന്നിടത്ത് മാത്രമേ വസിക്കുന്നുള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നിലനിർത്തുന്നതിലേക്ക് എത്തുന്നു. മറ്റുള്ളവരെ അപമാനിക്കുന്നത്. പലർക്കും ഇതൊരു ശീലമായിരിക്കാം. എന്നാൽ ഒരു കാരണവശാലും മറ്റുള്ളവരെ അപമാനിക്കുന്നത് നല്ല ശീലമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ട അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇത് ഒരു മോശം ശീലമാണ് എന്നു തന്നെയാണ് കാര്യം. അത്തരക്കാരെ കഴിവതും മാറ്റി നിർത്തണം. അല്ലാത്ത പക്ഷം അത് കൂടുതൽ പ്രശ്നങ്ങൾ സ്വകാര്യ ജീവിതത്തിലുണ്ടാക്കും. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ശീലമുണ്ടെങ്കിലും അത് ഇന്ന് തന്നെ ഉപേക്ഷിക്കണം. ഇത് നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നു. ഇത്തരക്കാർക്ക് പണം പാഴായി പോകുന്നു എന്നതാണ് സത്യം.